ആലപ്പുഴയിലെ സാഹചര്യം എന്താണ് പറയാത്തത് എന്ന് ചോദിച്ചു ഇതാ ശരത് എസ് എസ് റിപ്പോർട്ടുമായി എത്തുകയാണ്. നമുക്ക് തൃക്കുന്നപ്പുഴയിലേക്കാണ് പോകേണ്ടത്. അവിടെ പാനൂരിൽ രൂക്ഷമായ കടൽക്ഷോഭമാണ്. 2 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാട്ടാശ്ശേരിയിൽ സിയാദ്, നൌഷാദ് എന്നിവരുടെ വീടുകൾ അപകട ഭീഷണിയിലുമാണ്. കടൽക്ഷോഭത്തിൽ 7 തെങ്ങുകളും കടപുഴകിയിട്ടുണ്ട്. ശരത്ത് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലാണ് ഇന്ന് രാവിലെ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. തൃക്കുന്നപ്പുഴ 12ാം വാർഡിൽ ചേലക്കാട് ഭാഗത്താണ് ഇത്തരത്തിൽ 2 വീടുകൾക്ക് കടൽക്ഷോഭത്തിന്റെ ഭാഗമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം നിരവധി വീടുകൾ ഇപ്പോൾ ഭീഷണിയിലാണ്. നിരവധി തെങ്ങുകൾ ഈ കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ഇപ്പോൾ വീണ് കിടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. കാണുന്നത് പോലെ ഈ രീതിയിലാണ്, അതായത് പല വീടുകളും ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. പ്രത്യേകിച്ച് കടൽ ഇങ്ങനെ ശക്തമായ തിരമാല വരുന്നതുകൊണ്ട് തന്നെ പല വീടുകളുടെ പുറകുഭാഗത്തെ മണൽ നീങ്ങുന്നു. ഒപ്പം തെങ്ങടക്കമുള്ള മരങ്ങളും ഈ വീഴുന്ന കൂടി സാഹചര്യം വരുമ്പോൾ ഈ വീടുകൾ പലപ്പോഴും പലതും ഇത്തരത്തിൽ അപകട ഭീഷണിയിലാണ്. പലരും ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ 2 വീടുകളാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 4 വർഷത്തോളമായി ഈ മേഖലയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കിപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ഇത് സാധാരണ ഉണ്ടാവാറാണല്ലോ മഴക്കാലത്ത് പതിവാണ് ഇത്? തീർച്ചയായിട്ടും മഴക്കാലത്ത് സാധാരണ പതിവാണ്. പക്ഷേ ഇപ്പൊ ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അടിക്കടി കടലിലേറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള കാരണം 35 വർഷത്തിലധികമായി ഇവിടെ ഒരു മെയിന്റനൻസ് വർക്ക് കിട്ടിയിട്ട്. അതുകൂടാതെ തോട്ടപ്പള്ളിയിൽ നിന്ന് നിരന്തരമായ മണൽഖനനം നടക്കുന്നുണ്ട്. കുട്ടനാടിനെ സംരക്ഷിക്കാനെന്ന പേരിൽ നടക്കുന്ന മണൽഖനനം ഈ പ്രദേശത്ത് വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മണ്ണ് ഒലിച്ചു പോകുന്നത് തോട്ടപ്പള്ളിയിലെ മണ്ണെടുപ്പ് പ്രധാന കാരണമാണ്. എത്ര കാലം കൊണ്ട് ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു തരി കല്ല് കൊണ്ടൊന്നും വിട്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പിന്നെ ഏത് കാലത്ത് ചെയ്യാനാ? മനുഷ്യർ ഞങ്ങൾ ഇതിന്റെ അടിയിലോട്ട് പോയതിനു ശേഷം ചെയ്യാണ്ടിരിക്കുകയാണ്. ഈ നാട് മുഴുവൻ എല്ലായിടവും കാര്യങ്ങൾ ഈ അവസ്ഥയിൽ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരാളില്ല. ഇത് ഏത് സംവിധാനത്തെ ഞങ്ങൾ ആശ്രയിക്കേണ്ടത്? ഈ ഒരു വീട് തകർന്നു പോയി. ഈ 2 വീട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നതാണ്. കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് മാറിക്കിടക്കാനുള്ള സൗകര്യമില്ല. ഇതിനെന്തെങ്കിലും പരിഹാരം ഉടനെ കണ്ടിട്ടേ പറ്റത്തുള്ളൂ. കണ്ടാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ. നാട്ടുകാരൊക്കെ തന്നെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ കടൽക്ഷോഭം ഉൾപ്പെടെ ശക്തമാകാനുള്ള സാധ്യതയാണല്ലോ. ആ രീതിയിൽ ഈ സാഹചര്യത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു പ്രശ്നമുണ്ടായതിന്റെ ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഉടൻ തന്നെ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഇത് ഇടപെട്ട് പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് എന്തായാലും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.